UAE-യിലെ വിസ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രതാ നിർദ്ദേശവുമായി വിസ സേവന രംഗത്തെ പ്രമുഖർ. സമൂഹമാധ്യമങ്ങളിലെ പരസ്യങ്ങളും വാഗ്ദാനങ്ങളും വിശ്വസിക്കരുത് എന്നാണ് നിർദ്ദേശം. ട്രേഡ് ലൈസൻസിന്റെ മറവിലും തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകി. ആജീവനാന്ത ഗോൾഡൻ വിസ, ഫ്രീ വിസ തുടങ്ങിയ തട്ടിപ്പുകൾക്കൊപ്പം ട്രേഡ് ലൈസൻസിലടക്കം ചിലർ തട്ടിപ്പുകൾ നടത്തുന്നുണ്ടെന്നും ഇക്കാര്യത്തിൽ ജാഗ്രത വേണമെന്നുമാണ് 30 വർഷത്തിലധികമായി സേവന രംഗത്തുള്ളവർ നൽകുന്ന മുന്നറിയിപ്പ്. ഏറ്റവും കുറഞ്ഞ തുകയെന്ന് വാഗ്ദാനം നൽകിയാകും പലരും തട്ടിപ്പ് നടത്തുക. 4000-നും 5000-നും ഒക്കെ വിസ ഉണ്ട്, ലൈസൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആളുകളെ ആകർഷിപ്പിക്കുകയും പിന്നീട് അവർ ചെല്ലുമ്പോൾ ആദ്യത്തെ ആ ഗഡു വാങ്ങിയതിന് ശേഷം ഇനി വിസ വേണമെങ്കിൽ 7000 നെക്സ്റ്റ് പേയ്മെൻറ്റ്, അതല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ നിങ്ങൾ കോർപ്പറേറ്റ് ടാക്സ് ഫയൽ ചെയ്യാത്തതിൻ്റെ പേരിൽ, വാറ്റ് രജിസ്റ്റർ ചെയ്യാത്തതിൻ്റെ പേരിൽ 10,000 ഫ്യൂജി എമൗണ്ട് ഫൈനായിട്ട് ഫെഡറൽ അതോറിറ്റിക്കൊക്കെ അടക്കേണ്ട വരുന്ന സാഹചര്യം ഉണ്ടാവുക. വിസയ്ക്കൊപ്പം ആവശ്യമായ മെഡിക്കൽ ഇൻഷുറൻസിനെ കുറിച്ച് പോലും പലരും പറയില്ല. ട്രേഡ് ലൈസൻസ് നൽകുമ്പോൾ അത് പുതുക്കേണ്ടതിനെ കുറിച്ചോ വാറ്റ്, കോർപ്പറേറ്റ് ടാക്സ് എന്നിവയെക്കുറിച്ചോ ഉള്ള വിവരങ്ങൾ മറച്ചുവെക്കും. ആദ്യം ആളുകളെ കൊണ്ട് ആ വിസയും ലൈസൻസും ഒന്ന് സ്റ്റാർട്ട് ചെയ്യിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതങ്ങ് തുടങ്ങിച്ചതിന് ശേഷം പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സിറ്റുവേഷൻ UAE മാർക്കറ്റിലുണ്ട്. ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വ്യാപകമായിട്ട് അങ്ങനെ ഒരു പറ്റിക്കൽ നടക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചാരണം നടത്തിയാണ് പലരും തട്ടിപ്പ് നടത്തുന്നതെന്നും ഇവർ പറഞ്ഞു. ഷാർജയിലെ അൽഷംസ് ഫ്രീ സോണിന്റെ പ്ലാറ്റിനം സർവീസ് പ്രൊവൈഡർ അംഗീകാരം ലഭിച്ചതിനോടനുബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു നൌഷാദ് ഹസൻ. മുഹമ്മദ് അൽ അലി, അർച്ചന പ്രതാപ്, ഉസ്മാൻ മജീദ്, ഫരിയ റഫീഖ്, വിശാൽ ദീക്ഷിത്, മുഹമ്മദ് സഫാൻ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.